സ്റ്റാർട്ടപ്പിൽ നിന്നും സ്റ്റാൻഡപ്പ് എന്ന നിലയിലേക്ക് സൗദി വളർന്നതായി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ മന്ത്രിമാരുടെ പ്രഖ്യാപനം. ടൂറിസവും നിക്ഷേപവും അടക്കം സുപ്രധാനമായി 10-ലേറെ കരാറുകൾ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ ഒപ്പുവെച്ചു. ലോകത്തെ വിവിധ കമ്പനികൾ വിവിധ ധാരണാപത്രങ്ങൾ കൈമാറുന്ന ചടങ്ങിനും സമ്മേളനം സാക്ഷിയായി. കായിക മേഖലയിലെ നിക്ഷേപ സാധ്യതകൾ തുറന്നിടുന്ന സുപ്രധാന സമ്മേളനം നാളെയാണ്. FII സമ്മേളനത്തിന് നാളെ സമാപനമാകും. വിവരങ്ങളുമായി റിയാദിലെ റിറ്റ്സ് കാർട്ടണിലുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് വേദിയിൽ നിന്ന് MCA നാസറും അഫ്താബ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം MCA നാസറിലേക്കാണ്. നാസർ, എന്തൊക്കെയായിരുന്നു ഇന്ന് സമ്മേളനത്തിൽ വന്ന കാര്യങ്ങൾ? ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ സമ്മേളനത്തിൻ്റെ 2ാം ദിവസം സമാപിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് സൗദി സമയം 5 മണിയോടുകൂടിയാണ് സമ്മേളനത്തിൻ്റെ 2ാം ദിവസം സമാപിച്ചത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇന്നലെ പ്രധാനമായിട്ടും ലോകം നേരിടുന്ന വിവിധ പ്രതിസന്ധികളെക്കുറിച്ചിട്ടുള്ള ആശങ്കകളായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. പണപ്പെരുപ്പം, ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിൽ ഇന്ന് അതിനുള്ള കൃത്യമായിട്ടുള്ള ചില പരിഹാരങ്ങൾ, രാജ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ഈ ഒരു പ്രതിസന്ധി ലോകമാന്ദ്യം, സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ എങ്ങനെ കൂട്ടായിട്ട് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിവിധ സെഷനുകളിൽ പങ്കെടുത്തവരൊക്കെ തന്നെ അഭിപ്രായം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മകൾ, അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മകൾ, UN പോലുള്ള അന്താരാഷ്ട്ര വേദികൾക്കിടയിലുള്ള കുറെ കൂടി ഉണർവോട് കൂടിയിട്ടുള്ള നടപടികൾ, ഇത് വേണമെന്ന നിർദ്ദേശം കൂടി ഈ സമ്മേളനം പ്രധാനമായിട്ടും ഇന്ന് 2ാം ദിവസം മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ ഒട്ടേറെ കരാറുകളിലാണ് ഇന്ന് ഒപ്പുവെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും സൗദി കേന്ദ്രീകൃതമായിട്ടുള്ള കമ്പനികളിലേക്ക് പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളും നിക്ഷേപവും ഇടപാടുകളും നടത്തുന്ന കരാറുകൾ അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റു രാജ്യങ്ങളിലെ നിക്ഷേപത്തിന് കുറെ കൂടി വേഗതയും ഫലപ്രാപ്തിയും നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ചില കമ്പനികൾക്ക് രൂപം നൽകാനുള്ള തീരുമാനവും സൗദി കിരീടാവകാശിയുടെ ഭാഗമായിട്ട് ഇന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഈജിപ്ത്, മൊറോക്കോ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്കും ഇത്തരം കമ്പനികൾ ഉണ്ടാവും. അവിടെ നിന്നുള്ള നിക്ഷേപങ്ങൾ കുറെ കൂടി സമർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കുറെ കൂടി സുപ്രധാനമായിട്ടുള്ള കരാറുകളിൽ ഒപ്പുവെക്കും. വലിയ തുകയുടെ വ്യാപ്തിയുള്ള കരാറുകളാണിത്. മാറുന്ന സൗദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഉണർവ് സാമ്പത്തിക മേഖലയിലും നിക്ഷേപ രംഗത്തും അതോടൊപ്പം തന്നെ സാമൂഹിക മേഖലയിലും രൂപപ്പെടുത്താൻ ഉതകുന്ന രീതിയിലാണ് ഈ ഫ്യൂച്ചർ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചർച്ചകൾ പുരോഗമിച്ചത്. തീർച്ചയായിട്ടും നാളെ വൈകിട്ട് ഉച്ചതിരിഞ്ഞ സമ്മേളനം സമാപിക്കുന്നതോടുകൂടി ഏറ്റവും നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും കരാറുകളും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അഫ്താബ് റഹ്മാൻ കൂടി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അഫ്താബ്, ഏതൊക്കെ മേഖലകളിലാണ് കരാറുകൾ? ഒപ്പം അവസാന ദിവസത്തിലെ പരിപാടികൾ എന്തൊക്കെയായിരിക്കും? MCA നാസർ സൂചിപ്പിച്ച പോലെ തന്നെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ 2ാം ദിനം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പരിഹാര മാർഗങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില കരാറുകൾ ഇന്ന് ഒപ്പുവെച്ചിട്ടുണ്ട്. ഏതാണ്ട് 5 പ്രധാന കരാറുകളാണ് ഇന്ന് ഒപ്പുവെച്ചത്. അതിൽ സൗദിയ ഉൾപ്പെടെയുള്ള കമ്പനികൾ ബോയിങ് ഉൾപ്പെടെയുള്ള പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതുമായ കരാറുകൾക്കും ഉൾപ്പെടുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സൗദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന, അവരുടെ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ PIF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിരുന്നു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൽ വരുന്ന കമ്പനികളും ഒപ്പം തന്നെ വിവിധ സ്ഥാപനങ്ങളും. ആ വിവിധ സ്ഥാപനങ്ങൾ തമ്മിൽ, അതായത് ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി നടക്കുന്നത് ഏതാണ്ട് 2000-ഓളം CEO-മാർ പങ്കെടുക്കുന്ന വിവിധ സെഷനുകളാണ്. അതിനുശേഷം ഈ കമ്പനി CEO-മാർ തമ്മിലുള്ള വിവിധ പത്രങ്ങൾക്കും ഈ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്നത്തോടെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ കൂടി പൂർത്തിയാകുന്നു. നാളെ നടക്കുന്ന സെഷൻ എന്ന് പറയുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്. അതായത് സ്പോർട്സ് മേഖലയിൽ വരുന്ന, കായിക മേഖലയിൽ വരുന്ന പുതിയ നിക്ഷേപ സാധ്യതകളും സാഹചര്യങ്ങളുമാണ് നാളത്തെ പ്രധാനപ്പെട്ട സെഷൻ. നാളത്തെയുള്ള ഒരു ഉച്ചകോടിയും ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. FIFA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നു. നാളത്തോടു കൂടി ഉച്ചകോടിക്ക് സമാപനമാവുകയും ചെയ്യും. 3 ദിനം പൂർത്തിയാകുന്ന ഈ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവോട് കൂടി ഏറ്റവും കൂടുതൽ കരാറുകൾ ഒപ്പുവെക്കുന്ന ദിവസവും നാളെ തന്നെയായിരിക്കും. സൗദി അറേബ്യയിലെ വിവിധ മന്ത്രാലയങ്ങളുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കമ്പനികളുടെ ധാരണാപത്രങ്ങളും കരാറുകളും നാളെ കൈമാറ്റം ചെയ്യുകയും ചെയ്യും. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിനും സൗദി അറേബ്യയ്ക്കും ഇന്ത്യ തന്ത്രപ്രധാന പങ്കാളിയാണെന്ന് ഫ്യൂച്ചർ
ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ റിച്ചാർഡ് അറ്റിയാസ് റിയാദിലെ FII വേദിയിൽ മീഡിയ വണിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മീഡിയ വൺ സിഇഒ ഉൾപ്പെടെയുള്ളവരോട് മാധ്യമ പങ്കാളിത്തത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു. വ്യത്യാസങ്ങൾ മറന്നുവെച്ച ഒരൊറ്റ ജനത ഒരൊറ്റ ഭൂമി എന്ന സങ്കല്പത്തിലേക്ക് ലോകം എത്തേണ്ട സമയമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. You've done a wonderful arrangements, everything. We are very happy. No, thank you. Thank you very much. First of all, we are very happy to have you here. It's a privilege to have MediaOne as a media network with us here in this conference. You know how much India is important to us. We are really delighted to host more and more Indian corporations. From the very beginning of FII, we were very pleased to have Reliance with Mr. Mukesh Ambani as a strategic partner, supporting us from the very beginning. We really hope that during the coming years, we'll have more and more Indian businessmen, as we had the chairman of Tata to this edition and many more. And we are even considering why not to do one day an FII in India. I visited Mumbai, I visited New Delhi, and I think this is something that we need to explore for the next few months. And what are the specialities this time, 6th edition? You know, the 6th edition is definitely, I think, the place where all the global CEOs were really trying to understand if the world is in depression or not, but more importantly, what are the actions which should be taken by the public sector, the private sector, to number one, work together and to not just be optimistic, but to see tangible results on how to fix all these problems, inflation, cost of living, financial security, because these are the real priorities of the people today. Yes, global warming is important, security is important, but today they want to fix at a very short term how to have a better life and how to give optimism to the people. Are you optimistic? Personally, I am very optimistic for one reason. I see the very positive vibes at the conference. People are happy. And when I see people happy, I think that the world will be happy. So I think, thanks to you, the media, we should talk more about the half full glass than the half empty glass. So much energy, and if people work together, this was a message of our opening show. Let's work together. Let's really forget our differences, like my wife always say. Forget the difference. Let's be one. One nation, one planet, one humanity. And how can the media will support the future initiatives of? Yes, and to be honest, not to flatter you, the role of the media is absolutely crucial to share what people are saying, because this is how we get the knowledge. And thanks to the media, thanks to social media, we get the knowledge today. As you know, people are spending hours and hours every day on their phones. So you are responsible now. You have a mission. The mission is to share the content. Sir, as you rightly pointed out, we really welcome, conducting the FII initiatives in country like India, because India is an emerging economy, and you will have a lot of investors, a lot of entrepreneurs coming into, coming together and joining and collaborating with the Saudi initiative. So yes, I would suggest you would, seriously consider that option. We are considering seriously. We went already just before COVID with my wife in Mumbai. We spent few days. We visited all the facilities to be sure that we can potentially go there. Unfortunately, COVID happened. Your country was locked down for a few months, but now it's time to come back. What you are expecting from MediaOne in the future initiative? You know what I'm expecting from here is to leave Riyadh with a real clear roadmap. A roadmap on what should be done, as it was rightly said by some Nobel laureates, including the Indian Peace Nobel Prize, as you know, who said we should invest in childhood, we should invest in women, we should invest in our humanity. And I hope that all these discussions happening in the corridors, in the meeting rooms, will not just be talks, but they will all be call to actions with real investment for good. I think it's important. We have all a responsibility to give back. And I think it's important. We can still make money by investing for good. Wish you all the best, sir. Thank you very much for being here. Thank you, MediaOne. Thank you. സൗദിയിലെ വ്യവസായ മേഖലയിൽ ഇന്ത്യക്കും സൗദിക്കും സഹകരിച്ച് വളരാനാകുമെന്ന സൗദി വ്യവസായ ഖനന വകുപ്പ് മന്ത്രി ബന്ദർ ബിൻ ഇബ്രാഹിം അൽ വുറൈഫ്.
റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് സമ്മേളന വേദിയിൽ മീഡിയ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ സൗദിയിലെ പുതിയ സുപ്രധാന പദ്ധതികൾ ഇന്ത്യയുടെ പങ്കാളിത്തം ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. So where does India figure in the FII plans? If you mean FII or the industrial FII and industrial relations. I mean, India is blessed with so many things. You have 1.5 billion people, so we cannot ignore India. India is part of the strategy from so many angles. India is part of the strategy as a targeted market. India is part of the strategy as a targeted investor. India is part of the strategy as a partner to develop our young generation. India is a partner with us in the strategy for upgrading in IT, in future solutions, in Industry 4.0, AI and so on. So you are with us in everything. Especially with regard to cooperation in the industrial and energy sector. You have plans? Yes, and this was exactly what I was trying to say. It's all about the four things I just said, and we are learning a lot from India, and India also in some of the areas where we are focusing is going to be a great partner for us. If we look at pharmaceuticals, and the pharmaceutical industry is very strong in India. If we look at the metal and metal industry and machinery equipment, the downstream specialty chemicals. So again, you are a strong partner with us in all of the things that we are trying to do, and I'm really happy to see a lot of business community and businessmen and companies being interested, coming, visiting Saudi, being serious. We are actually in discussion with many of them today. And so finally, your message to potential Indian investors and businessmen looking towards Saudi Arabia? I would say to them, this is the future. Invest in Saudi because it is going to be the future for the region and globally, inshallah. Thank you for speaking. മനുഷ്യകുലത്തിന്റെ ഏറ്റവും മികച്ച നിലനിൽപ്പിന് കുട്ടികളുടെ ഭാവിക്കായുള്ള നിക്ഷേപം ഉണ്ടാകണമെന്ന നോബൽ സമ്മാന ജേതാവായിരുന്ന കൈലാഷ് സത്യാർത്ഥി സൗദിയിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ മീഡിയ വണ്ണിനൊപ്പം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനാർഹനായ ഇന്ത്യൻ വംശജനാണ് കൈലാഷ് സത്യാർത്ഥി. കുട്ടികളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം നേടിക്കൊടുത്തത്. ബാലവേലയ്ക്കെതിരെ രൂപവൽക്കരിച്ച ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് അദ്ദേഹം. We are honored to have with us Mr. Kailash Satyarthi, although he doesn't need an introduction, but for the record, he's Nobel laureate. Sir, you spoke eloquently yesterday. You spoke of globalizing compassion, of investing in children. Thank you. How exactly do you propose that to happen, and what is the role that FII can play in this? Well, if we are really committed to make this world a sustainable and peaceful place to live and give to our generations in the future, it is very important that we have to invest in our children. That is something which I have been calling now and for many, many decades, in fact, that if, for example, the parents, the elder family members wanted to go faster and leave their children behind, they would not be called civilized, they would not be called good human beings. So we have to take our children with us. We have to learn how to walk together where children are not left behind. No child in the world. These children could be Indian children or Pakistani children. These children could be Sudanese children or American children. Children are children. So investment in their education, in their healthcare, in their protection, in their policies, and so on. And that's why perhaps FII is now one of the themes is invest in humanity. Yeah, of course. The core theme is investing in future. Yes. So when we want to invest in future begins with children because they have enormous opportunities. But these opportunities could be provided when we invest in them. So that is the key of it. But this is not possible if we
learn that how the civil society, states, governments and businesses, corporations and industries learn and take responsibility to learn to help each other and to build confidence and trust among each other, and finally make those decisions and those actions which will benefit the generations to come. And that is the best investment for children. So this FII is essentially an investors' conference, but what you have spoken of is integral to humanity. How receptive do you feel have been the investors to your message? Well, at least I was able to ignite a little spark in the hearts of hundreds of people or thousands of people, because hundreds of investors and business people and leaders met me and congratulated, and some of them remembered my call to act as a hummingbird. So many of them, or almost all of them, referred this story, and they said that this is one thing which they will keep in their heart for always and always. Whatever work they do, they will feel that if they do something good for humanity, that is because of the hummingbird, and that should be alive, that should be active. So I guess that at least they start thinking that they can do directly better for children in their life. So you think FII is platforms like FII, international global platforms, this is the right platform to make such a pitch, because the focus usually is only on investment, on developing industry and business. Yeah, so the businesses and corporations all are not only money minting machines. Knowingly or unknowingly, they are change makers. If they invest consciously and if they do their business consciously, it is going to bring betterment for humanity and for future. But if their drive is just to get more and more profit, maybe at the cost of people, maybe at the cost of planet, then they are going to destroy the world. So I don't think that people consciously destroy the world. The only thing is that sometimes they don't acknowledge the goodness inside them. And my humble contribution or my humble effort is that just to remind that you are all, each one of us, are born with purpose, and the purpose is not to destroy humanity and the planet. The purpose is to live happily and let others live happily, and if possible, we can make the people happy. And that is possible if you have power of wealth, if you have power of technology, if you have other kind of powers. So that can definitely make this world a more just and livable and beautiful place. We certainly hope so, and we hope that the world will listen to your words of wisdom. Thank you very much for speaking to Media. My pleasure. Thank you, sir. ടെലിവിഷൻ രംഗം ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായി മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട് സൗദിയിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിലെ ഫ്യൂച്ചർ ഫ്ലാഷ് സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാജ വാർത്തകളുടെ കാലത്ത് നവമാധ്യമങ്ങൾക്കിടയിൽ ടെലിവിഷനുകളുടെ പ്രാധാന്യം ബോധ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. 2000-ലേറെ കമ്പനികളുടെ മേധാവികളാണ് സൗദിയിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ പങ്കെടുക്കുന്നത്. ഇതിൽ മാധ്യമ പങ്കാളിയായ മീഡിയ വണിന്റെ സിഇഒ ഓപ്പൺ സ്റ്റേജിൽ സദസ്സിനെ അഭിമുഖീകരിച്ചു. വളരെ ഡിഫറൻ്റ്ലി ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിഷ്യേറ്റീവിൽ ഓപ്പൺ സ്റ്റേജിൽ ഫ്യൂച്ചർ ഫ്ലാഷ് എന്നുള്ള ഒരു സെഗ്മെൻറ്റിൽ നിന്നുകൊണ്ട് ന്യൂ ഓഡിയൻസ് എന്ന വിഷയത്തിൽ FIIയിലെ പങ്കെടുത്ത ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 2000-ഓളം സിഇഒമാരാണ് ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്നത്. അതിൽ തന്നെ പല സിഇഒകളും ഡിഫറെൻറ്റ് വിഷയങ്ങളിൽ ഡിഫറെൻറ്റ് പാനൽ ഡിസ്കഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, എമർജിങ് ടെക്നോളജി, എമർജിങ് ബിസിനസ്, ഇതിലെല്ലാം സ്പീച്ചുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് മീഡിയ വണ്ണയും കൂടിയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സെഗ്മെൻറ്റിൽ നിന്നുള്ള ഒരാളെന്ന നിലക്ക്, ഒരു സിഇഒ എന്ന നിലക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. നവമാധ്യമങ്ങളുടെ വരവോടെ മാധ്യമലോകത്തുണ്ടായ മാറ്റങ്ങളായിരുന്നു അവതരണത്തിൽ വന്നത്.
ഈ രംഗത്തെ സാങ്കേതിക മാറ്റങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. The technology provides you a facility to have a single workflow, sitting the entire team under one single umbrella and push the content in one go into different platform. എൻ്റെ സബ്ജക്റ്റിൻ്റെ ഒരു പ്രധാനമായ ഒരു ഫോക്കസ് ലെഗസി മീഡിയ കണ്ടൻറ്റ് ഡെലിവറി പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് മീഡിയ ഓർഗനൈസേഷൻസ് തന്നെ വ്യൂവേഴ്സിൻ്റെ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നൊരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട്. അതിൽ ഡ്രാസ്റ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ മീഡിയ ഓർഗനൈസേഷൻസ് അവരുടെ മീഡിയ എൻ്റെ വർക്ക് ഫ്ലോയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജി മാറ്റങ്ങളും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ട് എൻ്റെ സബ്ജക്റ്റിൻ്റെ ഫോക്കസ്. അതോടൊപ്പം തന്നെ ബിസിനസ് ടു ബിസിനസ് കമ്മ്യൂണിറ്റിയെയും നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അവർ ട്രഡീഷണലി മീഡിയ എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റിനും മറ്റു PR ആക്ടിവിറ്റീസിനും ഉപയോഗിച്ചിരുന്നത്, ആ ഒരു പേഴ്സ്പെക്റ്റീവും കാതലായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മീഡിയ എന്നുള്ളത് എല്ലാ ബിസിനസ്സിൻ്റെയും ഒരു മദർ ഓഫ് ബിസിനസ് യൂണിറ്റ്സ് ആണ്. ബേസിക്കലി ഒരു കൺസൾട്ടൻറ്റ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് സൊല്യൂഷൻ, അവരുടെ ബിസിനസ് ചാലഞ്ചസിന് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പാർട്ട്ണറായും കൂടി പ്രവർത്തിക്കുക എന്നുള്ളത് ഇന്ന് എല്ലാ മീഡിയ ഓർഗനൈസേഷൻ്റെയും ഒരു നീഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തത്. സൗദി കിരീടാവകാശിക്ക് കീഴിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് നടക്കുന്നത്. ഇത്തവണ ഏഷ്യയിൽ നിന്നുള്ള മാധ്യമ പങ്കാളിയായി മീഡിയ വണിനെ FII ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തെരഞ്ഞെടുത്തത്. മീഡിയ വൺ, റിയാദ്. യുനെസ്കോ പൈതൃക പട്ടികയിലേക്ക് സൗദിയിലെ വിവിധ കേന്ദ്രങ്ങൾ വരാനുണ്ടായ കാരണം വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണെന്ന് എറീന ബൊക്കോവ. യുനെസ്കോ മുൻ ഡയറക്ടർ ജനറലായിരുന്ന ബൊക്കോവ റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ മീഡിയ വണിനോട് സംസാരിക്കുകയായിരുന്നു. ടൂറിസം രംഗത്തും സാമ്പത്തിക രംഗത്തും സൗദിയിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് വേദിയിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സൗദിയിലെ ടൂറിസം മേഖല. ടൂറിസം മേഖലയിൽ സൗദിയിൽ വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. വളരെ അതിലേറ്റവും പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് നേരത്തെ യുനെസ്കോയുടെ ഡയറക്ടർ ജനറലായിരുന്ന എറീന ബൊക്കോവയാണ്. Ma'am, thank you very much for joining us. And how could you analyze the changes in Saudi Arabia? I have come to Saudi Arabia for the last 14 years. My first visit was in 2008 when Saudi Arabia inscribed on the World Heritage List its first monument, its first site, Medina al-Salih or Hegra in the desert. And then I was elected as Director General of UNESCO and I have been here many times. Currently I'm on the advisory board of Alula project, one of the most amazing projects of combining the natural heritage, extraordinary beauty of Alula with the history, layers of civilization and tourism. Now you are working on it? Yes, I'm a member of the advisory board. Okay, so And, you came here last in 2008, right? The first time I came and then I have been here more than 20 times in Saudi So Arabia. in the last one decade, a huge change was undergone in Saudi Arabia, might be in the tourism sector. And how do you... I think the opportunities, already we see it happening. The opportunities are enormous because first there is a Vision 2030. You have to know where you want to go. Of His Royal Highness Prince Mohammed bin Salman. And then also there is the huge, I would say, enthusiasm of the Saudi people to develop their innovation. It's a young population. More than 70% are below the age of 35. There is a lot of effort in investment in education, in skills development. And I think this blending of skills, technology, appreciation for their past, giving opportunities to women to be part of this ambition is what leads to the success of Saudi Arabia nowadays. In the tourism sector for the Saudi Arabia, there are several chances, and if we analyze the landscape of Saudi Arabia, it's beautiful. From one side to another, it's almost we can see the changes in all sectors, including Neom, Red Sea, Amala. So, how could you view the future of Saudi Arabia?
I think Saudi Arabia has indeed a very big future for different reasons. On one side, they are taking very seriously some of the challenges of climate change, global challenges of climate change, of loss of biodiversity. They take very seriously the need for an energy transition. They're very also investing strongly in technology and skills, and I think this is very important. And then they develop entirely new sectors like tourism or creative industries, creative economy, development of cultural tourism, also of natural tourism, about ecological tourism. And all this, I believe, is creating really a basis for an entirely new economy that is emerging in Saudi Arabia. Thank you very much. And finally about FII, and that's one of the most amazing conference happening in this Gulf region. And how FII can help people outside Saudi Arabia to come to the kingdom and invest in Saudi? It's really an amazing conference. It's an amazing gathering, and it's not just that we see here more than 5,000 people, representative of the business community, investors, government, experts in the different areas. What I find really very interesting that all debates are relevant to what is happening nowadays. I would say not always politically correct. Indeed, Saudi Arabia represents a very large platform where people come, they express their views, they look for joint solutions, and they talk about what really is pressing now, and solutions. And solutions, practical solutions, and I find this important. Okay, thank you very much for joining with us and spending time with us. Thank you very much. Thank you. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് സൗദിയിൽ കൂടുതൽ നിക്ഷേപ സാധ്യതകൾ സൃഷ്ടിക്കുമെന്ന് റിസംബിൾ സിസ്റ്റം സിഇഒ നസീർ അവൽ പറഞ്ഞു. ലഘൂകരിക്കപ്പെട്ട ചട്ടങ്ങൾ സൗദിയുടെ മുഖച്ഛായ മാറ്റാൻ സഹായിക്കും. കൂടുതൽ നിക്ഷേപകരിലേക്ക് എത്താൻ FII സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റിയാദിലെ FII കോൺഫറൻസ് തുടരുമ്പോൾ വിവിധ മലയാളികളാണ്, പല തുറകളിലുള്ള മലയാളികളാണ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളവരും അതോടൊപ്പം തന്നെ കമ്പനികളുടെ തലപ്പത്തുള്ളവരും നിരവധി പേരെത്തുകയാണ്. ഇതിലിപ്പോൾ പുതുതായിട്ട് ഇന്നും ഇന്നലെയൊക്കെ പങ്കെടുത്തിരിക്കുന്ന ഒരു മലയാളിയുണ്ട്. റിസംബിൾ സിസ്റ്റത്തിൻ്റെ സിഇഒയും ഫൗണ്ടറുമായിട്ടുള്ള നസീർ അവലാണ്. നസീർ അവൽ, പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ FIIയെ താങ്കൾ നോക്കിക്കാണുന്നത്? നേരത്തെ നടന്ന FIIയിലൊക്കെ പങ്കെടുത്ത അനുഭവം കൂടി ഉണ്ടാവില്ലേ? Thank you. First of all, I'd like to congratulate MediaOne for having your space in this FII 6th edition. ഞാൻ FII ഫസ്റ്റ് എഡിഷൻ മുതൽ എല്ലാ വർഷവും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ആനുവൽ ഗാദറിംഗ് ആണ് ഫോർ ഓൾ ദി ബിസിനസ് ലീഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. I mean, this is the platform wherein you can come and explore the opportunities and the plans. You know, Saudi Arabia Vision 2030 plan നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. So everybody is looking into that plan and what is going to happen in the next 12 months. So this is where actually they give us the update and what are the things, innovative ideas that the PIF and the team is putting forward. റിസംബിൾ സിസ്റ്റത്തിലൂടെ എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ നിങ്ങളിപ്പോൾ മുന്നോട്ട് മാർക്കറ്റിലുള്ളത്? നമ്മൾ കഴിഞ്ഞ 13 വർഷമായിട്ട് ഇവിടെ സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻലി ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് ഓട്ടോമേഷൻ. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടേഴ്സിലും നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് മാർക്കറ്റിലുണ്ട് ഇവിടെ. ഇപ്പോൾ നേരത്തെയൊക്കെയുള്ള നട്സ് അറേബ്യ എന്നുള്ള ആ ഒരു ഉൽപ്പന്നം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയായിരുന്നു. അതും ഇതിൻ്റെ ഭാഗം തന്നെയാണോ? അത് നമ്മളൊരു സിസ്റ്റർ കമ്പനിയാണ്. അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി. ദുബായിൽ 2 years ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതൊരു ഇ-കൊമേഴ്സ് ഓൺലൈൻ പോർട്ടൽ. പിന്നെ അതൊരു പുതിയ ബ്രാൻഡായിട്ട് FMCGയിൽ ഒരു പുതിയ ബ്രാൻഡായിട്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് മുമ്പോട്ട് പോവാണ്. ഇപ്പോൾ സൗദിയിലുള്ള ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ബിസിനസ് സംരംഭത്തിൻ്റെ തലപ്പത്തൊരു ആൾ എന്നതിലൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴിഞ്ഞ കുറേ വർഷമായി, ഞാനിപ്പോൾ ഇവിടെ 24 വർഷത്തോളമായി സൗദി അറേബ്യയിൽ. ഡ്രമാറ്റിക് ചേഞ്ചസ് ആൻഡ് ഡ്രമാറ്റിക് ഷിഫ്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി people who are looking at Saudi as the destination for business. I would suggest and advise them to come forward, and this is the best time to explore the opportunity because the Ministry of Investment, earlier name is SAGIA, Saudi Arabian General Investment Authority.
അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വളരെ ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഏതൊരു ഫോറിൻ കമ്പനികൾക്കും അവർക്കൊരു 3 years ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രോഫിറ്റബിൾ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസും ഡാറ്റ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വളരെ ഈസി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സൗദിയുടെ ഈ മുന്നേറ്റത്തിനൊപ്പം തന്നെ മലയാളികളുടെ സംരംഭങ്ങൾ കുറേ മുന്നോട്ട് പോകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. Thank you so much, and I'd like to once again congratulate MediaOne for having this opportunity at FII. Thank you. 3 തരത്തിലാണ് സൗദിയിലേക്ക് മലയാളികളടക്കം പുതിയ നിക്ഷേപകരെത്തുന്നത്. നിക്ഷേപ സൗഹൃദ സാഹചര്യത്തിന് മന്ത്രാലയങ്ങളിൽ പ്രത്യേകം ഉദ്യോഗസ്ഥരെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. സാഹചര്യം മനസ്സിലാക്കിയാൽ അതിവേഗം സൗദിയിൽ ബിസിനസ് രംഗത്ത് വളരാനാകുമെന്ന് അനലിറ്റിക്സ് അറേബ്യ മാനേജ്മെന്റ് കൺസൾട്ടൻസ് ചൂണ്ടിക്കാട്ടി. കമ്പനിയുടെ സീനിയർ ബിസിനസ് കൺസൾട്ടന്റ് നിഷാദ് അബ്ദുറഹ്മാൻ പുതിയ സാധ്യതകൾ വിശദീകരിക്കും. ഇപ്പം 3 തട്ടിലുള്ള ആൾക്കാരെന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ന്യൂ കമേഴ്സ്, മറ്റൊന്ന് ഇവിടെ എക്സിസ്റ്റിംഗ് ചെയ്ത ബിസിനസ്സിനെ ക്ലിയർ ചെയ്ത്, മൂന്നാമത് വേറൊരു ഓപ്പർച്യൂണിറ്റിയുള്ള ഒരു ടീമുണ്ട്. ഇവിടെ കാലങ്ങളായിട്ട് പിന്നെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർ, അതായത് നല്ല ഹൈ ലെവലിൽ എഞ്ചിനീയേഴ്സ് ആവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ പിന്നെ ഈ സൗദി അറേബ്യനെ മനസ്സിലാക്കി 20-30 വർഷം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് പറയേണ്ടി വരും. പുതിയ ആൾക്കാർ, പുതിയ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ഇപ്പോഴത്തെ ഈ പിന്നെ പരിഷ്കരണം കൊണ്ടുവന്ന ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുന്നേ ഇവിടെ വന്നിട്ട് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ സൗദിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെ ബിസിനസ്സിനെ ഫോം ചെയ്യും, ഇതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഓരോ ഇൻവെസ്റ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അധികം പിന്നെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റിന് പല രാജ്യങ്ങളായിട്ട് പല രീതിയിലുള്ള കോൺട്രാക്ച്വൽ എഗ്രിമെന്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് പല രാജ്യങ്ങൾ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡേ ബൈ ഡേ മീറ്റിംഗ് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും ആൾക്കാർക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ എങ്ങനെയാണ് ഇവിടെ ബിസിനസ് ചെയ്യാന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നു, എന്തൊക്കെയാണ് ഡോക്യുമെന്റേഷൻ വേണ്ടതെന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഈ ബിസിനസ് ഓപ്പൺ ചെയ്യുമ്പോൾ പല നാട്ടിൽ ഇല്ലാത്തത്, ഇപ്പോഴും GCCയിൽ പല നാട്ടിലും ഇല്ലാത്തതും ഇവിടെ അഡ്വാൻസ് ടെക്നോളജികൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അവരുടെ നാട്ടിലിരുന്നിട്ട് തന്നെ ഒരു കൺസൾട്ടന്റ് ത്രൂ അല്ലെങ്കിൽ അവർക്കോ ബിസിനസ്സിനെ ഇവിടെ ഫസ്റ്റ് ലെവൽ ബിസിനസ് എന്ത് ചെയ്യാം, ബിസിനസിന്റെ ലൈസൻസ് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ബിസിനസ് ലൈസൻസ് എടുത്തതിന് ശേഷമുള്ള പോസ്റ്റ് ഓപ്പറേഷൻ ആയിട്ടുള്ള മറ്റുള്ള ഡോക്യുമെന്റേഷൻ, മറ്റുള്ള ഫയൽ ഓപ്പണിങ്ങും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ ഏരിയയിലും ഗവൺമെന്റ് ഈ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്കിൽ ബേസ് ചെയ്തിട്ട്. അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ആവട്ടെ, സർവീസ് ആവട്ടെ, പിന്നെ റെസ്റ്റോറൻറ്റ് മെയിൻ്റനൻസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, ടെക്നിക്കൽ, ഇത്തരത്തിലുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് വളരെ കുറഞ്ഞ ക്യാപിറ്റൽ മതി ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം അവരുടെ സ്കില്ലാണ് അവരുടെ ക്യാപിറ്റൽ. അങ്ങനെ ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ ഈ പറഞ്ഞ ഫസ്റ്റ് ലെവൽ, അത് ന്യൂ ഇൻവെസ്റ്റേഴ്സിന് ഈസി ആയിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും, അത് മുന്നൊക്കെ 8 മാസം 9 മാസമൊക്കെ എടുത്ത ബിസിനസ് ഇപ്പോൾ 35 വർക്കിംഗ് ഡേയ്സിലും 40 വർക്കിംഗ് ഡേയ്സിലും ഒക്കെ എൻ്റയർ ആയിട്ട് തീർന്ന് അവർക്ക് അവരുടെ ബിസിനസ്സിലോട്ട് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് ഡിക്ലറേഷൻ, അത് ബിനാമി ബിസിനസ് ക്ലിയർ ചെയ്ത വ്യക്തികൾ. അതിന് മുമ്പ് ഉള്ളൊരു ബിസിനസ് ക്ലിയർ ചെയ്ത് അവരുടെ പേരിലായതാണ്. അവർക്കൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഇവിടെ 20-30 വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാൻ, അവർക്ക് മറ്റൊരാളെ പേരിൽ ബിസിനസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ പൈസ മറ്റൊരാളടുത്ത് കൊടുക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, അപ്പം ബിസിനസ്സിലുണ്ടാകുന്ന വളർച്ച വളരെ ചുരുങ്ങിയതായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് സൗദി അറേബ്യ വൈഡായിട്ട് കാണാൻ പറ്റും. മറ്റേത് പറഞ്ഞാൽ ഒരു ഏരിയയിൽ ഒതുങ്ങി നിന്ന് ആ ഏരിയയിൽ മാത്രമായിരുന്നു അവർ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയല്ല, സൗദി അറേബ്യയിൽ എത്രത്തോളം ഡിസ്ട്രിക്ട് ഉണ്ടോ, എത്രത്തോളം റീജിയൻസ് ഉണ്ടോ, അത്രയും റീജിയനിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ അവർക്ക് കിട്ടിയത് ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വെച്ചിട്ട് സർവീസ് ചെയ്യാം, ഇൻഡസ്ട്രിയൽ ചെയ്യാം, ഏതൊക്കെ ഏരിയയിൽ അവർക്ക് പൊട്ടൻഷ്യാലിറ്റി ഉണ്ടോ, അവർ വിഷൻ ഉണ്ടോ, അവർക്ക് ചെയ്യാം. കാരണം മുന്നേ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ജിദ്ദ അറിയാം, ദമ 3 സിറ്റി ചിലപ്പോൾ കാണുന്നുണ്ടോ. സൗദി അറേബ്യനെ സംബന്ധിച്ച് ജിസാൻ, പിന്നെ എന്താ പറയുക, തായിഫ്, തബൂക്ക്, നിയോം, പല ഏരിയകളും പല ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പം ഈ ലൈസൻസ് മുഖാന്തരം തന്നെ അവരെ ബിസിനസ് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യാനും വ്യത്യസ്ത മേഖലക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഡിക്ലറേഷനിലൂടെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. അത് ഒരു 2 കണ്ണില്ല അവിടെ, ഡിക്ലെയർ ചെയ്തു എന്ന കാരണത്താൽ ഒരു വേറെ കണ്ണോ ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെയാണ്. അതിനാണ് അവർ ഇത് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ഒരു ലെറ്റർ കൊടുത്തത്, താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ദിസ് പ്രോഗ്രാം,
ഇനി നിങ്ങൾ ബിസിനസ് ഗവൺമെന്റിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. ഒപ്പം തന്നെ വ്യത്യസ്ത മേഖലയിൽ ഇപ്പം അടുത്തത് ചില ആൾക്കാർക്ക് ഈ നിയമങ്ങൾ സൗദിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇതിൽ ഒരു കംഫർട്ട് ഇല്ലാത്തതുകൊണ്ടോ ശരിക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റി വന്നത് ഡിക്ലറേഷൻ ഓപ്പർച്യൂണിറ്റി വിദേശികൾക്കായിരുന്നു. സ്വദേശികളെ സംബന്ധിച്ച് തുടങ്ങാം, പൂട്ടാം, എന്തും ഒരേ ചെയ്യാൻ പറ്റും. പക്ഷേ വിദേശികളെ സംബന്ധിച്ച് ഇങ്ങനെ വരുന്ന ഡിക്ലറേഷൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേറൊരു അവസരമല്ല. അപ്പൊ ഇനിയും അവർക്ക് അവസരങ്ങളുണ്ട്. എങ്ങനെ മറ്റുള്ള അവരെ പുറത്ത് അവർക്ക് കമ്പനികളുണ്ടെങ്കിൽ അവരുടെ കമ്പനികൾ ഇവിടെ കൊടുന്ന് അവർക്ക് കമ്പനി ഓപ്പൺ ചെയ്യാം. ആ ഡോക്യുമെന്റേഷൻ പ്രോഗ്രാം അതുണ്ട്. അതെന്ന് വെച്ചാൽ മുന്നേ ഇത് ഡിക്ലെയർ ചെയ്ത് ബിസിനസ് ക്ലീൻ ചെയ്ത് മുന്നോട്ട് പോവേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സൗദി അറേബ്യയിൽ. കാരണം ഇവിടെ പല രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് പല രീതിയിൽ ചെക്കിംഗ് ആണ്. അപ്പം മാത്രമല്ല ഇതിന്റെ ഫൈനും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങുന്ന ലെവലല്ല. അപ്പം അവർക്ക് ഇപ്പോഴും പല മേഖലയിലും ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഡിക്ലറേഷൻ ഉണ്ട്. തേർഡായിട്ട് നമ്മൾ ഇപ്പോൾ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാലമായിട്ട് സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കണ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. ഇവരെ സംബന്ധിച്ച് അവർക്ക് പ്രാവീണ്യം നേടിയ ഈ മേഖലയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും മേഖലയിലോട്ട് അവർക്ക് ഡോക്യുമെന്റേഷൻ ചെയ്ത് അവർക്ക് കമ്പനി ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ മുന്നേ എന്ന് പറഞ്ഞാല് അത് പോസിബിൾ അല്ലായിരുന്നു. അവർ ജോലി വരുന്നു, ആ ഒരു കാലഘട്ടം ഒരു ജോലി ചെയ്യണു, തിരിച്ചു പോകണു, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സംഭവം ചെയ്ത് അവർ തിരിച്ചു പോകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇവിടെ ഒരു നല്ല സ്കില്ലുണ്ട്, എനിക്കൊരു ബിസിനസ് നടത്താൻ പറ്റുമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മുന്നേ നടന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ നമുക്ക് അതിനൊരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് സെറ്റ് ചെയ്ത് നമുക്ക് സ്വന്തം ബിസിനസ്സിലോട്ട് മാറാം. ഒരിക്കലും ആജീവനകാലം ജോലിക്കാരനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ മാറ്റം വരെ സൗദി അറേബ്യയിൽ ഇവിടെ ഗവൺമെന്റ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എറണാകുളം മരടിലെ ബാർ ഹോട്ടലിൽ വെടിവെപ്പ്. മരട് ഓജീസ് കാന്താരി ഹോട്ടലിലാണ് വെടിവെപ്പുണ്ടായത്. കൊല്ലം സ്വദേശി റോജനാണ് ബാർ ഹോട്ടലിന്റെ ഭിത്തിയിലേക്ക് വെടിയുതിർത്തത്. റോജനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. വെടിവെപ്പിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. മരടിൽ നിന്ന് മുഹസിൻ അസു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മരടിലെ ഓജീസ് ബാർ ആൻഡ് റെസ്റ്റോറന്റിൽ വെടിവെപ്പ് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി പിടിയിൽ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. പ്രതികളെ ഇപ്പോൾ അതായത് പ്രതി റോജർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊല്ലം സ്വദേശിയാണ്. ഇയാൾ അടുത്തിടെ ഒരു കേസിൽ അറസ്റ്റിലായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി. ഇത് വക്കീലുമൊത്ത് ജാമ്യം കിട്ടിയതിന്റെ സന്തോഷം മദ്യപാനത്തിലൂടെ, അതായത് ഇവിടെ അതിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയതായിരുന്നു. മദ്യപാനത്തിന് ശേഷം കയ്യിലിരുന്ന തോക്ക് ഉപയോഗിച്ച് എതിർദിശയിലേക്ക് വെടിവെക്കുന്നതാണ്. നമുക്ക് അത് ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഒരു തരത്തിലുള്ള പ്രകോപനം ഒന്നുമില്ലാതെ മദ്യപാനത്തിന് ശേഷം നേരെ വന്നു. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് റിസപ്ഷൻ കൗണ്ടറിനടുത്ത് നിന്ന് നേരെ എതിർദിശയിലേക്ക് വെടിയുതിർക്കുന്ന രീതിയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. എന്താണെങ്കിലും റോജറിനെയും അഭിഭാഷകൻ ഹെറാൾഡ് എന്നാണ് നമുക്ക് ഇപ്പോൾ പേര് ലഭ്യമായിരിക്കുന്നത്. ഈ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ മരട് സ്റ്റേഷനിൽ എത്തിച്ച് ഇവരെ ചോദ്യം ചെയ്യും. എന്താണെങ്കിലും ഈ സംഭവത്തിന് ശേഷം ഈ ബാർ ആൻഡ് റെസ്റ്റോറന്റ് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും, അതായത് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ പ്രതികളെ കണ്ടെത്തിയതും നിലവിൽ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നതും. എന്താണെങ്കിലും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് രാജ്ഭവന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസിനെ വിന്യസിച്ചു. ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെയാണ് നടപടി. രാജ്ഭവന് മുന്നിലൂടെ പോകുന്ന വാഹനങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? സർക്കാർ ഗവർണർ പോര് രൂക്ഷമായി തുടരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ രാജ്ഭവന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം സർക്കാർ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഒരു AKG സെന്റർ മോഡൽ ആക്രമണം രാജ്ഭവന് നേരെ ഉണ്ടാകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വൈകുന്നേരത്തോടു കൂടി സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 10:00-ക്ക് ശേഷമാണ് ശക്തമായിട്ടുള്ള വാഹന പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങിയിട്ടുള്ളത്. നിലവിൽ
മ്യൂസിയം പോലീസ് പരിധിയിൽ അതീവ സുരക്ഷാ മേഖലയിലാണ് രാജ്ഭവൻ ഉള്ളത്. മ്യൂസിയം പോലീസ് സ്റ്റേഷന് പുറമെ ഇപ്പോൾ മണ്ണന്തല പേരൂർക്കട പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരെ കൂടി രാജ്ഭവനിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിനോടൊപ്പമാണ് എയർ ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരെയും നിലവിലിപ്പോൾ ഇവിടെ വിന്യസിച്ചത്. എന്തായാലും ഈ വാഹന പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവഴി കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളിലും അകത്തും പുറത്തും പോലീസ് പരിശോധന നടത്തുകയാണ്. വാഹന നമ്പർ അടക്കം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ AKG സെന്ററിന് നേരെ ബോംബാക്രമണം ഉണ്ടായ സമയത്ത് അവിടെ ബാരിക്കേഡ് അടക്കം കെട്ടി പിന്നീട് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ബാരിക്കേഡ് കെട്ടിയുള്ള സുരക്ഷ നിലവിലിപ്പോൾ രാജ്ഭവന്റെ മുമ്പിൽ ഇല്ല. എന്നാൽ കൂടി കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുകയാണ്. ശരി സനൂപ്, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവന്റെ സുരക്ഷ കൂട്ടിയിരിക്കുകയാണ്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഖത്തറിൽ കോവിഡ് സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ ഉപയോഗം അവസാനിപ്പിക്കുന്നു. നവംബർ 1 മുതൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി. അതോടൊപ്പം തന്നെ യാത്രക്കാർക്കുള്ള കോവിഡ് പരിശോധനയും ഒഴിവാക്കും. ഇന്നു ചേർന്ന മന്ത്രിസഭായോഗമാണ് നിർണായക തീരുമാനമെടുത്തത്. ഖത്തറിലെ കോവിഡ് സ്റ്റാറ്റസ് വ്യക്തമാക്കുന്ന ആപ്ലിക്കേഷനാണ് എഹ്തിറാസ്. കോവിഡ് ആരംഭകാലം മുതൽ കോവിഡ് നിയന്ത്രണത്തിന് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ ആപ്ലിക്കേഷനെയാണ്. പുറത്തിറങ്ങാൻ എഹ്തിറാസ് ആപ്ലിക്കേഷനിൽ ഗ്രീൻ സിഗ്നൽ വേണമായിരുന്നു. സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, പൊതുഗതാഗത സംവിധാനങ്ങൾ തുടങ്ങി ജനങ്ങൾ കൂടിച്ചേരുന്ന ഇടങ്ങളിലെല്ലാം ഇപ്പോഴും എഹ്തിറാസ് പരിശോധിക്കുന്നുണ്ട്. നവംബർ 1 മുതൽ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് മാത്രം എഹ്തിറാസ് ആപ്ലിക്കേഷനിലെ ഗ്രീൻ സിഗ്നൽ കാണിച്ചാൽ മതിയാകും. ഇതോടൊപ്പം തന്നെ യാത്രക്കാർക്കുള്ള കോവിഡ് പരിശോധനയും ഒഴിവാക്കിയിട്ടുണ്ട്. സന്ദർശകർ യാത്രയ്ക്ക് മുമ്പ് PCR അല്ലെങ്കിൽ റാപ്പിഡ് ആന്റിജൻ നെഗറ്റീവ് ഫലം കാണിക്കണമായിരുന്നു. ഖത്തറിലെ താമസക്കാരാണെങ്കിൽ ഇവിടെ എത്തിയ ശേഷം 24 മണിക്കൂറിന് മുമ്പ് ആന്റിജൻ പരിശോധന നടത്തണമെന്നതായിരുന്നു നിബന്ധന. നവംബർ മുതൽ ഈ പരിശോധനകൾ നടത്തേണ്ടതില്ല. നവംബർ 1 മുതലാണ് ലോകകപ്പ് ഫാൻ ഐഡിയായ ഹയാ കാർഡിൽ ഖത്തറിലേക്ക് ആരാധകർ വന്നു തുടങ്ങുന്നത്. കളി കാണാനെത്തുന്നവരുടെ യാത്രയും ഖത്തറിലെ അവരുടെ ഷോപ്പിംഗുകളും അനായാസമാക്കുന്നതിന്റെ കൂടി ഭാഗമാണ് ഈ ഇളവുകൾ. മീഡിയ1 ദോഹ. സൗദിയിൽ പകർച്ചപ്പനി വ്യാപിക്കുന്നതിനാൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സീസണൽ ഇൻഫ്ലുവൻസ ബാധിച്ചാൽ സങ്കീർണ രോഗങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. മുഴുവൻ ആളുകളും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ശൈത്യകാലം ആരംഭിച്ചതോടെയാണ് സൗദിയിൽ പകർച്ചപ്പനി വ്യാപിച്ചു തുടങ്ങിയത്. മൂക്കൊലിപ്പ്, തൊണ്ടവേദന, പേശിവേദന, വരണ്ട ചുമ, വിറയൽ, തലവേദന തുടങ്ങിയവയാണ് സീസണൽ ഇൻഫ്ലുവൻസയുടെ പ്രധാന ലക്ഷണങ്ങൾ. രോഗബാധിതരുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ സമീപത്തുള്ളവരിലേക്ക് സീസണൽ ഇൻഫ്ലുവൻസ വൈറസ് വ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ്. കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ ന്യൂമോണിയ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, രക്തവിഷബാധ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മാസ്ക് ധരിക്കുക, കണ്ണിലും വായയിലും നേരിട്ട് തൊടാതിരിക്കുക തുടങ്ങിയവയാണ് രോഗപ്രതിരോധ മാർഗങ്ങൾ. പൊതുസ്ഥലങ്ങളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗിയെ സന്ദർശിക്കുന്നവരും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. കൂടാതെ എല്ലാവരും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണമെന്നും കൈകൾ കഴുകുകയും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. മീഡിയ1 ജിദ്ദ. GCC രാജ്യങ്ങളിലെ കൊമേഴ്ഷ്യൽ പ്രൊഫഷണൽ വിസയുള്ളവർക്ക് ഒമാനിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കിയ അധികൃതർ. യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒഴികെ വരുന്ന വിദേശികൾക്ക് ഒമാനിൽ ഓൺ അറൈവൽ വിസ ലഭ്യമാകും. ഒമാൻ എയർപോർട്ട് അധികൃതർ വിമാന കമ്പനികൾക്കും ട്രാവൽ ഏജൻസികൾക്കും നൽകിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. റോയൽ ഒമാൻ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പാസ്പോർട്ട്സ് ആൻഡ് റെസിഡൻസ് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒമാൻ എയർപോർട്ട്സ് വിഭാഗം സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. മുമ്പ് ഏത് രാജ്യങ്ങളിലാണോ വിസയുള്ളത് അവിടെ നിന്നും വരുന്നവർക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഇത്തരത്തിൽ വിസയില്ലാതെ സുൽത്താനേറ്റിൽ എത്താൻ GCC രാജ്യങ്ങളിലെ വിസയ്ക്ക് ചുരുങ്ങിയത് 3 മാസത്തെയെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം. യാത്രാ വിലക്കുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഈ സേവനം ലഭ്യമായിരിക്കില്ല. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ, സെയിൽസ് പ്രൊമോട്ടർ, മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങി വിവിധ തസ്തികകളിലാണ് കൊമേഴ്സ്യൽ പ്രൊഫഷണൽ വിസയുടെ പരിധിയിൽ വരികയെന്ന് യാത്രാ മേഖലയിലുള്ളവർ പറയുന്നു. മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് പുതിയ സർക്കുലർ. മീഡിയ1 മസ്കത്ത്. തൊഴിൽ വിസയുള്ളവർ ഒക്ടോബർ 31 കുവൈറ്റിൽ പ്രവേശിച്ചില്ലെങ്കിൽ വിസ റദ്ദാകുമെന്ന് അധികൃതർ അറിയിച്ചു. 2022 മെയ് 1 മുതലാണ് 6 മാസം കണക്കാക്കുകയെന്ന ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി മീഡിയ വിഭാഗം വ്യക്തമാക്കി. മെയ് 1 മുൻപ് കുവൈറ്റിൽ നിന്നും പോയ ഷൂൺ വിസക്കാർക്കും ഇതേ കാലയളവ് തന്നെയാണ് ബാധകമാവുക.
വിസ കാലാവധി ഉണ്ടെങ്കിൽ ഒക്ടോബർ 31 ഇവർക്ക് തിരികെ വരാവുന്നതാണ്. കുവൈറ്റ് വിസ നിയമപ്രകാരം വിദേശികൾക്ക് രാജ്യത്തിന് പുറത്ത് തുടർച്ചയായി താമസിക്കാവുന്ന പരമാവധി കാലയളവ് 6 മാസമാണെങ്കിലും കോവിഡിനെ തുടർന്ന് നിയമം താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. ഖത്തറിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നാളെ നടക്കും. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താരി പങ്കെടുക്കും. അൽ വജ്ബ പാലസിൽ രാവിലെയാണ് പ്രാർത്ഥന. പ്രവാചകചര്യ പിന്തുടർന്നാണ് മഴയ്ക്ക് വേണ്ടി ഇസ്തിഖ്സ പ്രാർത്ഥന നടത്തുന്നത്. Tea Time Road to Qatar brought to you by Tea Time anytime. Powered by Grand Hypermarket Qatar. Grand shopping, great values. Goal at the on time. Speedway Cargo. Call 44438 in association with Pool Masters Qatar, the complete solution for swimming pools, sauna and steam rooms. ലോകകപ്പിനെത്തുന്നവർക്ക് ഏർപ്പെടുത്തിയ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അക്കോമഡേഷൻ രജിസ്ട്രേഷൻ നിർത്തലാക്കുന്നു. നവംബർ 1 മുതൽ രജിസ്ട്രേഷൻ നടത്താനാവില്ലെന്ന് ലോകകപ്പ് സംഘാടകരായ സുപ്രീം കമ്മിറ്റി അറിയിച്ചു. മലയാളി ഫുട്ബോൾ ആരാധകർ ഏറെ പ്രയോജനപ്പെടുത്തിയ താമസ സൗകര്യമാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അക്കോമഡേഷൻ. ഖത്തറിലുള്ളവർക്ക് ലോകകപ്പിനെത്തുന്ന അവരുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും കൂടെ താമസിപ്പിക്കാനുള്ള അവസരമായിരുന്നു ഇത്. ആതിഥേയർ അക്കോമഡേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താണ് നാട്ടിൽ നിന്നും വരുന്നവർക്ക് സൗകര്യമൊരുക്കേണ്ടത്. നവംബർ 1 വരെ മാത്രമേ ഈ സംവിധാനം വഴി രജിസ്ട്രേഷൻ അനുവദിക്കുകയുള്ളൂവെന്നാണ് ലോകകപ്പ് സംഘാടകർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നവംബർ 1 ശേഷം ടിക്കറ്റ് ലഭിക്കുന്നവർ ഖത്തർ അക്കോമഡേഷൻ ഏജൻസി വഴിയോ തേർഡ് പാർട്ടി വഴിയോ താമസം ബുക്ക് ചെയ്യേണ്ടി വരും. മീഡിയ 1 ദോഹ. ശാന്തിനികേതൻ വക്ര മദ്രസയിൽ നിന്നും സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള കോൺവക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. CIC പ്രസിഡന്റ് TK കാസിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് വെളിച്ചമായി മാറാനും സാമൂഹ്യ മാറ്റത്തിന്റെ ചാലക ശക്തികളായി മാറാനും വിദ്യാഭ്യാസത്തിലൂടെ കഴിയേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ MD ആദം അധ്യക്ഷത വഹിച്ചു. ലോകകപ്പ് ഫുട്ബോളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഖത്തർ സലാഹിയ കുമ്മങ്കോട് കൂട്ടായ്മ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ ഖത്തർ ഫാൻസ് കുമ്മങ്കോട് ടീം ടൂർണമെന്റ് ജേതാക്കളായി. ഇറ്റലിയിൽ നടന്ന അയൺമാൻ ട്രയാത്ലൺ പൂർത്തിയാക്കിയ അബ്ദുൾ സമദ് KC ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ആവേശവുമായി ഖത്തറിലെ ഇന്ത്യൻ നഴ്സുമാർ. ലോകകപ്പിന്റെ ആരോഗ്യ സംവിധാനങ്ങളിൽ നിർണായക പങ്കാണ് ഇന്ത്യൻ നഴ്സുമാർക്കുള്ളത്. നഴ്സുമാർ തന്നെ പൂർണ്ണമായും ചിത്രീകരിച്ച വീഡിയോയുമായാണ് ഇന്ത്യൻ നഴ്സിംഗ് അസോസിയേഷൻ ലോകകപ്പിനെ വരവേൽക്കുന്നത്. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് മഹാ ഇടവക ആദ്യ ഫലപ്പെരുന്നാൾ ആഘോഷിച്ചു. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മോറാൻ മാർ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പെരുന്നാൾ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ജലീബ് ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൽക്കത്ത ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ഡിവാനാസിയോസ് മെത്രാപൊലിത്ത അധ്യക്ഷനായിരുന്നു. ആദ്യ ഫലപ്പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പരിശുദ്ധ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. സ്മരണിക സുവനീർ കാതോലിക്ക ബാവ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പരിപാടിയിൽ ഇന്ത്യയിലെയും കുവൈറ്റിലെയും കലാകാരന്മാർ അണിനിരുന്ന ഗാനമേളയും കലാപരിപാടികളും ചടങ്ങിന് മിഴിവേകി. കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് 20ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. മെഗാ പ്രമോഷന്റെ ഭാഗമായി ഒക്ടോബർ 26 മുതൽ നവംബർ 1 വരെ ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന 20ാം വാർഷിക പ്രമോഷനിൽ പ്രത്യേക ഓഫറുകളും ഉൽപ്പന്നങ്ങൾക്ക് കിഴിവുകളും പ്രഖ്യാപിച്ചു. തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് സംഘടിപ്പിച്ച ക്രിക്കറ്റ് മത്സരത്തിൽ അബ്ബാസിയ A1 ടീം കിരീടം നേടി. അബ്ബാസിയ A2 ടീമിനെയാണ് തോൽപ്പിച്ചത്. ജേതാക്കൾക്ക് ബിവിൻ തോമസ് ട്രോഫികൾ വിതരണം ചെയ്തു. ജയേഷ്, സ്റ്റീഫൻ ദേവസി, ഷാനവാസ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സലാലയിൽ കുടുംബ സംഗമം നടത്തി. സ്വകാര്യ ഫാം ഹൌസിൽ നടന്ന സംഗമം PCWF കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് C സിദ്ദിഖ് മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കബീർ K അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സാദിഖ് M സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പരീക്ഷകളിലും മറ്റും വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങൾ, കലാപരിപാടികളും നടത്തും. ഗഫൂർ താഴത്ത്, മുഹമ്മദ് റാസ് എന്നിവർ നേതൃത്വം നൽകി.
ഹുബ്ബുറസൂൽ മസ്കറ്റ് നടത്തിവരുന്ന മുത്തുനബി ഉത്തമ മാതൃക പ്രവാചക പ്രകീർത്തന സദസ്സിന്റെ ഭാഗമായി പൊതുസമ്മേളനവും അൽ മുഹാരിബ് പുരസ്കാര ചടങ്ങും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം മസ്കറ്റ് റേഞ്ച് പ്രസിഡന്റ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു. മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ദേശീയ ഖുർആൻ പാരായണ മത്സരവും നടന്നു. കോവിഡ് പോരാളികൾക്കുള്ള അൽ മുഹാരിബ് പുരസ്കാരം വിതരണം ചെയ്തു. സിസ്റ്റർ ബ്ലെസ്സി തോമസിന് വേണ്ടിയുള്ള മരണാനന്തര ബഹുമതി ഭർത്താവ് ശ്യാമിന് സമർപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.